അശോക്, ഇപ്പോൾ അഞ്ചാമത്തെ ദിവസമായിരിക്കുന്നു. പ്രതികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ നിങ്ങൾക്ക് കോളേജ് അധികൃതർ നൽകുന്നുണ്ടോ? ഈ നിതിന്റെ മരണശേഷം എന്താണ് കോളേജ് അധികൃതർ നിങ്ങളോട് കാണിച്ചിരിക്കുന്ന സമീപനം? ഇല്ല, ഈ നിമിഷം വരെയും കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും നൽകിയിട്ടില്ല ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട്. അതുമാത്രമല്ല, നമ്മൾ ഇവിടുന്ന് പോയി നിതിൻ്റെ ബോഡി വാങ്ങി നമ്മൾ തിരിച്ച് വരുന്നവരെയും ഈ നിമിഷം വരെ ആ കോളേജിലെ അവൻ്റെ ക്ലാസ്മേറ്റ്സോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കോളേജിലെ മറ്റ് അധ്യാപകരോ പ്രൊഫസർമാരോ HODമാരോ ആരും തന്നെ, പ്രിൻസിപ്പൾ അടക്കം ആരും തന്നെ വന്ന ഒരു പ്രോപ്പർ റെസ്പോൺസ് അല്ലെങ്കിൽ ഞങ്ങളോട് വന്ന് നിന്നിട്ടില്ല. ഒരു കാര്യം ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷനും തന്നിട്ടില്ല എന്താണ് സംഭവിച്ചെന്നുള്ളത്. അതിൽ തന്നെ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. പിന്നീട് ഈ പറയുന്ന കണക്ക് റാം, സംഗീത, ഈ രണ്ട് പേര്, പിന്നെ മറ്റൊരു പ്രതിയുടെ പേര് കൂടി ഞങ്ങൾ മുമ്പ് തന്നിരുന്നു, ഒരു ഹോസ്റ്റൽ വാർഡൻ കമൽ. അപ്പോൾ ഇവരെയൊക്കെ കുറിച്ചുള്ള മറ്റ് അന്വേഷണങ്ങൾ എവിടെ എത്തി എന്നുള്ളതും കൃത്യമായ വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞാനിന്ന് പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് നല്ല ശരിയായ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഈ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ നിന്ന് ഒരു ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, CCTV ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നും കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കും എന്നാണ് എനിക്കൊരു ഉറപ്പ് തന്നത്. അതായത് മീറ്റിംഗിന്റെ അല്ലേ, നിതിനെ വിളിച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് നടന്നിരുന്നു, ആ മീറ്റിംഗിന്റെ ദൃശ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അതെ. ഇതിനു മുമ്പ് അവിടുന്ന് പോകുന്നതായിട്ട്, കരഞ്ഞുകൊണ്ട് പോകുന്നതായിട്ടുള്ള ഒരു ദൃശ്യം മുമ്പ് കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ഇനി മീറ്റിംഗ് റൂമിനകത്ത് CCTV ക്യാമറ ഉണ്ട് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണം. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ എന്തായി എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അതവിടെ ലഭിച്ചിട്ടുണ്ട്, പോലീസിൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അവർ ഒബ്സർവ് ചെയ്ത് വരുവാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് അപ്ഡേറ്റ് കിട്ടിയത് അവിടെ നിന്ന്. ഈ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ശരി, ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള കോൾസ് വന്നിരുന്നു, നിരവധി കോളുകൾ വന്നിരുന്നു. അതാണ് കാരണം നേരത്തെ പോലീസ് പറഞ്ഞിരുന്നു, നിങ്ങൾ അതിനെ എതിർക്കുകയും ചെയ്തതല്ലോ. ഇപ്പോൾ പോലീസ് നിങ്ങളോട് അത്തരം കാര്യങ്ങൾ പറയുന്നില്ല അല്ലേ? ഇല്ല, ആ ഒരു വിഷയം ഇന്നലെ ഒരു വൈകുന്നേരത്തോടു കൂടി എനിക്ക് തോന്നുന്നു ഇപ്പം ലോൺ ആപ്പിലേക്ക് കുറിച്ചൊന്നും പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം ലോൺ ആപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്നല്ല, മുഴുവനായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും പോലീസ് ഒരു കാര്യവും അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രതികളെ എവിടെ തിരയുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഈ ലോൺ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല, അവരെക്കുറിച്ച് ഈ റാമിനോ അല്ലെങ്കിൽ സംഗീത എന്ന് പറഞ്ഞ അവരെക്കുറിച്ചോ മറ്റ് ഈ പറയുന്ന വാർഡൻ അവരെക്കുറിച്ചോ ഒന്നും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്നൊന്നും ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഏതെങ്കിലും തരത്തിലും ഇയാൾക്ക് സഹായം ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇവർക്ക് എന്തായാലും നല്ലൊരു സംരക്ഷണം കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നെ എപ്പോഴേ അവർ വേറെ പിടികിട്ടാപ്പുള്ളികളൊന്നുമല്ല, വലിയ തീവ്രവാദികളൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അവർക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. 2 അധ്യാപകരാണ്, അവിടുത്തെ ഒരു സീനിയർ പ്രിൻസിപ്പളാണ് ഈ റാം. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു പിടിപാടുകൾ ഉണ്ടാവും പല മേഖലയുമായിട്ട്. അപ്പോൾ പല മേഖലയിലെ ആളുകളുമായിട്ടും ഒരു എന്താ പറയുക, ഒരു സ്വാധീനമുള്ള വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെതായ സംരക്ഷണങ്ങൾ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.